ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ 9 മണിയായി. അപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ എണീറ്റ് ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മണ്ണൊക്കെ നനഞ്ഞിരിക്കണത്. ഇന്നലെ രാത്രി മഴ പെയ്തു. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ മുടിയൊക്കെ ചിക്കോർത്തു മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. റോസാപ്പൂവൊക്കെ നല്ല സ്മെല്ലുള്ള റോസാപ്പൂവാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് ഉണങ്ങി നിൽക്കണ പാർട്സ് ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചെടുത്തു. അങ്ങനെയൊക്കെ അവിടെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്നു. അങ്ങനെ മുല്ലച്ചെടിയുടെ അടുത്തേക്ക് പോയിട്ടോ. നല്ല മുല്ലപ്പൂ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൂക്കളെല്ലാം പൊട്ടിച്ച് സ്മെല്ല് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ സ്മെല്ല് ചെയ്യാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പല്ലേക്കാൻ നടന്നപ്പോഴാണ് ഒരു ചെറിയുടെ ഒരു മരമുണ്ട് വീട്ടിൽ. അതും ചെറി ഉണ്ടായിട്ടുണ്ട്. ശരിക്കുള്ള ചെറിയല്ല, അതൊരു വേറൊരു ടൈപ്പ് ചെറിയ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒരു പണി തന്നത്. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങളോട് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അപ്പം ഗോവയ്ക്ക് വെച്ചിട്ടുള്ള മീൻകറി ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോഴാണ് അതിലേക്ക് മാങ്ങ വേണമെന്ന് ഓർത്തത്. അങ്ങനെ മാങ്ങ പോയി നോക്കിയപ്പോൾ തോട്ടി എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ വടിയൊക്കെ വെച്ച് കെട്ടി ഒരു മാങ്ങയൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഗോവയ്ക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഗോവയ്ക്ക് അത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ ഈ ഗോവയ്ക്ക് ഇടുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ആ വഴറ്റുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ, വേപ്പില അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല പോലെ വഴറ്റിയതിന് ശേഷം തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോവയ്ക്ക ഉണ്ടല്ലോ അതതിൽ ചേർക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ട്. അരപ്പിൽ നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ആ അരപ്പ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. മീനില്ലെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി തിളച്ച് ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിത് ഉള്ളി കാച്ചാം. ഉള്ളിയൊക്കെ കാച്ചി കറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരി കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിന് ശേഷം സബോള ചേർക്കുക. സബോള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുഞ്ഞുങ്ങൾക്ക് അയക്കാൻ അധികം എരിവ് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അപ്പോൾ നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ് തക്കാളി. ഒരു 3 തക്കാളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
തക്കാളി നന്നായിട്ട് വേണം. നമ്മൾ ടൊമാറ്റോ റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തക്കാളിയുടെ ഫ്ലേവർ നന്നായിട്ട് ആ റൈസിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തക്കാളി ചേർക്കണം. ഈ തക്കാളി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അതാണ് കേട്ടോ നമ്മൾ ടൊമാറ്റോ റൈസിനുള്ള തക്കാളിയുടെ പാകം. ടൊമാറ്റോ റൈസിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഈ ടൊമാറ്റോ റൈസിന് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഈ തക്കാളിയൊക്കെ ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വഴറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു ചീനച്ചട്ടിയിൽ വഴറ്റിയതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇതൊക്കെ മാറ്റാറ്. അപ്പോൾ ഇതേ കുക്കറിലേക്ക് ഈ ടൊമാറ്റോയുടെ ഇത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വാർക്കാൻ വെച്ചിട്ടുള്ള ഈ അരി ഉണ്ടല്ലോ, കുതിരാൻ വെച്ചിട്ടുള്ളത്, ആ അരി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ആ അരി ഒട്ടാണ്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഒരു 1.5 മൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരൊറ്റ വിസിലുകൊണ്ട് നമ്മളുടെ ഈ ടൊമാറ്റോ റൈസ് റെഡി ആവും കേട്ടോ. ബിരിയാണി ആയിട്ടില്ല. ഇഷ്ട ബിരിയാണി? ടൊമാറ്റോ റൈസാ ഇഷ്ടം? യെല്ലോ ബിരിയാണിയാ ഇഷ്ടം? വൈറ്റ് ഇഷ്ടമില്ല? അങ്ങനെ ആ ഒരൊറ്റ വിസിലിൽ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ആ വിസിലിൽ ഇവിടെ നിറയെ ടൊമാറ്റോ റൈസിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ. അത് കേട്ട വഴിക്കാണ് വേദു ചോദിച്ചത് ബിരിയാണി റെഡിയായോ എന്ന്. അങ്ങനെ ഞാൻ ബിരിയാണിയിൽ നട്ട്സൊക്കെ വറുത്തിട്ടു, പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി വേറെ വീഡിയോയിൽ കാണാം. ബൈ.